ഹലോ! അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിങ്ങനെ സ്വിംഗ് ഡയറി പോലെ വീഡിയോസ് ഇടയ്ക്കൊന്നും നിലയ്ക്കൊന്നൊക്കെ ഇടാറുണ്ട്. ഒരു 3-4 ദിവസത്തെ തുന്നൽ പരിപാടികളൊക്കെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ അതുപോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഈവനിംഗ് നിന്നാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് നല്ല ചൂടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാലം കൂടി ഒരു മഴ പെയ്ത ദിവസമാണ്. ആ മഴ പെയ്യാൻ പോണതിന് മുന്നത്തെ സ്കൈ ആണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ആ മഴയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഞാൻ വന്നിരുന്ന് നമസ്ക്കൊരു ബോട്ടം നോർമൽ ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണത്. ഞാൻ മുകളിൽ ഇലാസ്റ്റിക് കൊടുക്കാണ്ട് ഒരു സിബ് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഹുക്ക് വെച്ച് ചെയ്യുന്ന പോലെയാണ് തുന്നിയത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ളൊരു ഷർട്ട് പോലെ, ഷർട്ടല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ളൊരു ടോപ്പ് ഞാൻ തുന്നിയിട്ടുണ്ടായിരുന്നു. അത് ഒന്നിച്ച് അവളിട്ടിട്ട് അത് കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ തുന്നി കഴിഞ്ഞ സമയത്ത് ഇട്ടപ്പോൾ ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീഡിയോ എടുക്കണം എന്ന് തോന്നിയ സമയത്ത് കുട്ടിയോട് പറഞ്ഞപ്പോൾ കുട്ടിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ മോഡലാവാൻ. അങ്ങനെ പിന്നെ അത് വിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് രാത്രി തന്നെ അതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. എനിക്ക് സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്ത പരിപാടിയുണ്ട്. ക്ലീൻ ചെയ്ത് എന്നാൽ മൊത്തമായിട്ട് ക്ലീൻ ആവില്ല. നമ്മുടെ മെജോറിറ്റി ടൈം ആ ക്ലീനിങ്ങിലങ്ങ് പോയി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് വീണ്ടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സംഗതികൾ എടുത്ത് കാണിക്കുന്നുണ്ട്. നമസ്വി എൻ്റെ ക്യാമറയുടെ മുന്നിൽ നിന്ന് പരമാവധി കാണിക്കാൻ പറ്റാവുന്ന കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കി വയ്ക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ലോക്കിംഗ് മെഷീൻ്റെ ത്രെഡ് 3 ത്രെഡ് ലോക്കിംഗ് മെഷീനാണ് എൻ്റെ. അതിൻ്റെ ഒരു ത്രെഡ് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ, ഈ മെഷീൻ്റെ ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവില്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലോക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ത്രെഡ് പൊട്ടിയിരിക്കണം. അപ്പോൾ ഞാൻ ഇവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഞാനൊന്നും തൊട്ടിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അവൾ തൊടുന്നത് കാണാത്തത് കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അവളാണ് ഇത് പൊട്ടിച്ചതെന്ന് പറയാനും വയ്യ. ഞാനാണെങ്കിൽ ആ ലോക്കിംഗ് മെഷീൻ്റെ സൈഡിൽ നൂലിൻ്റെ ചെപ്പ്, ബോബിൻ്റെ ചെപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ മെസ്സി ആയിട്ട് വെച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സ്കെയിലോ കാര്യങ്ങളോ തട്ടിയിട്ട് പൊട്ടിയതാണോ എന്നും എനിക്ക് നിശ്ചയം ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഭാഗ്യത്തിന് ഞാനൊരു വീഡിയോ ഈ മെഷീൻ വാങ്ങിയ സമയത്ത് അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് തന്നെ അയാളത് ത്രെഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് ആ വീഡിയോ നോക്കിയിട്ട് ഞാനത് കഷ്ടപ്പെട്ട് ത്രെഡ് ചെയ്തെടുത്തു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കത് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ത്രെഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. അത് കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ മെഷീൻ കൊണ്ടുപോയിട്ട് ത്രെഡ് ചെയ്യാനാണെങ്കിൽ ഒരു ടെക്നീഷ്യൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അത് ത്രെഡ് ചെയ്യാന്നുണ്ടെങ്കിലും രണ്ടും ചിലവേറിയ പരിപാടിയാണ് കേട്ടോ. റൂമിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഒതുക്കി മാറ്റി പരമാവധി ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കാണാതെ പോയ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളല്ലെങ്കിലും എന്തെങ്കിലും പോയ സംഗതി അന്വേഷിക്കുമ്പോൾ അപ്പം കിട്ടില്ലല്ലോ, പിന്നീട് അത് നമ്മൾ വേറെ എന്തെങ്കിലും നോക്കണ സമയത്തായിരിക്കും കിട്ടുക. അങ്ങനെ എനിക്കത് ഇവിടുന്ന് പലതും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സംഗതി നിങ്ങൾക്കിത് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മുടെ റിസ്റ്റിൽ കെട്ടുന്ന ഒരു ബാൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പിൻസ് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ ഒന്നെൻ്റെ മെഷീനിലും ഉണ്ട്. ഞാൻ 1-2 വർഷം മുന്നേ അത് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വാച്ച് പോലെ കയ്യിലിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോഴോ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഈ ഹെഡ് പിൻസ് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. നല്ലതാണ്. മെഷീനിൽ ഒന്ന് വെക്കണതും നല്ലതാണ്. ഹെം ചെയ്യാനുള്ള നീഡിൽസ് അതൊക്കെ അങ്ങനെ വെക്കാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് റാൻഡം ലേസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വൈൻഡ് ചെയ്ത് കറക്റ്റായിട്ട് കെട്ടുകളില്ലാതെ ഒന്ന് കെട്ടി വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തുണി ജസ്റ്റ് തയ്ക്കാൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ റൂമിലോട്ട് കയറുമ്പോൾ അവിടെ ഭയങ്കര മെസ്സി ആയിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യാനിരിക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. വർക്ക് സ്പേസ് എപ്പോഴും മെസ്സി ആയിരിക്കും എന്ന് പറയും. പക്ഷേ വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അത് കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവാറില്ല കേട്ടോ. അതിപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും എന്ത് തരം വർക്കാണെങ്കിലും ഒരു ഭയങ്കര കച്ചറയായിട്ട് കിടക്കുന്ന സ്ഥലത്തിരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ സറൗണ്ടിങ്സ് അങ്ങനെ ആവും. പക്ഷേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് മെനയിൽ കാര്യങ്ങൾ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേശ പുറത്തെടുക്കുന്ന മേശയിലാണ് ഞാൻ കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ എല്ലാ സ്കെയിലുകളും ടേപ്പും കുറേ കാര്യങ്ങളൊക്കെ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു ഭാഗത്തേക്ക് ഒതുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നാലും ഇങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഒരു കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്കെയിലും ടേപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആവും. ഞാൻ അധികം പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഇപ്പോൾ ബ്ലൗസൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചാർട്ടിൽ പാറ്റേൺ കട്ട് ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ ഉള്ള സംഗതികൾക്കും ചിലപ്പോൾ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ പേപ്പർ പാറ്റേൺസ് ഒരുപാട് ഇരിക്കുന്നുണ്ട്. നോക്കി വരുമ്പോൾ പല പേപ്പർ പാറ്റേൺസും
ഏതാ ഏതിൻ്റെയാ തലയും വാലും എവിടെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവാത്ത അവസ്ഥയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചു നോക്കി എന്തിനാണ് ഇതെല്ലാം കീപ്പ് ചെയ്യണത്, ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങ് ഒഴിവാക്കാമല്ലോ എന്ന്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. എൻ്റെ നോർമൽ ബോഡീസ് പാറ്റേൺ, അതല്ലാതെ ഉള്ള പാറ്റേൺസ് അങ്ങനെയുള്ളതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാലൻസ് ഉള്ള ചാർട്ട് പീസസ് ഒക്കെയാണ്. ആക്ച്വലി ഈ ചാർട്ട് പീസ് ഇവിടെ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങണത് ഭയങ്കര നഷ്ടമാണ്. ഫെജിയിലോ അല്ലെങ്കിൽ ഫെജിയുടെ തന്നെ ഒരു ഷോപ്പുണ്ടല്ലോ, വർഗീസ് കോർണർ എന്ന് പറഞ്ഞിട്ട്, ഞാൻ അവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. പാറ്റേൺ ഷീറ്റ് വാങ്ങാൻ നമുക്ക് നല്ലത്. അതാകുമ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ഡബിൾ സൈസ് ഉണ്ടാവും. ഈ ഒരു ചാർട്ടിൽ നിന്ന് എനിക്ക് ഒരു ബ്ലൗസിൻ്റെ പാറ്റേണൊക്കെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു 10 രൂപയുടെ ചാർട്ടിൽ നിന്ന് ആ ഒരു ഷീറ്റിന് 15 രൂപയോ ഒന്നിനേ ഉള്ളൂ. അത് നല്ല സൈസുള്ള പേപ്പറാണ്. അപ്പോൾ അതൊന്നും നമുക്ക് 2-3 കട്ട് ചെയ്യാം. പിന്നെ പേപ്പർ പാറ്റേണിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു സംഗതിയുടെ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് ആ പാറ്റേൺ യൂസ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതിലൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ വൺസ് നമ്മളൊരു പാറ്റേൺ മേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് സ്റ്റിച്ച് ചെയ്യണ ഒരാളല്ല ഉണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ പറയണത്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തുന്നിക്കൊടുക്കുകയും തുന്നൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ പ്രോബ്ലം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു ചുരിദാറിൻ്റെ പാറ്റേൺ സ്റ്റിച്ച് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യല്ല കട്ട് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ ഒരു ബ്ലൗസിൻ്റെ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ നമ്മളെല്ലാം ആ പാറ്റേൺ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആ പാറ്റേൺ നമുക്ക് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കണക്കുകളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമ്മളൊരു പോയിന്റിൽ മറന്നു കൂട്ടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കെങ്കിലും നമ്മൾ പാറ്റേൺ ഇല്ലാതെ അല്ലെങ്കിൽ പുതിയ പാറ്റേൺ ഉണ്ടാക്കിയിട്ടൊക്കെ ട്രൈ ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു എംബ്രോയിഡറി ആൽബം ഉണ്ട്. ഇത് ഞാൻ മുൻപേ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ യൂട്യൂബിൽ ഒരുപാട് എംബ്രോയിഡറി കണ്ടൻസ് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത വീഡിയോയുടെ ബാക്കി പത്രങ്ങളാണ് ഇതൊക്കെ. നമ്മൾ സാമ്പിളായിട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ആ സാമ്പിളായിട്ട് ചെയ്ത പീസസ് അവിടെ ഇവിടെയും ചിതറി കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അതൊരു ആൽബം ആക്കിയിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഇതുപോലത്തെ അവരുടെ റെക്കോർഡ് ബുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആൽബം ഒക്കെ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു റെഫറൻസ് ആയിട്ട് നോക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തതൊന്നും വഴിയിലും വരമ്പത്തൊന്നും കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് ഞാനിതിങ്ങനെ കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളിത് മറച്ച് നോക്കുമ്പോൾ നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ എന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ഹൈ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ഇടയ്ക്ക് എനിക്കിതുപോലെ ഞാൻ മുമ്പ് ചെയ്ത ഈ ഒരു 1-2 പീസസ് കിട്ടി. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇതിൽ ഒട്ടിച്ച് വയ്ക്കുകയാണ്. ഈ ഒരു ആൽബം ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഈ ബ്ലാക്ക് കളർ ചാർട്ട് അത്യാവശ്യം കട്ടിയുള്ള ചാർട്ട് പേപ്പറാണത്. എനിക്ക് തോന്നുന്നു ഒന്നിനൊരു 15-18 രൂപ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ചധികം ചാർട്ട് പേപ്പേഴ്സ് വാങ്ങിയിട്ട് അതിൽ 1/4 കട്ട് ചെയ്ത് 1/4 കട്ട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു പേജ് സൈസ്. അപ്പോൾ എനിക്ക് ഇനഫ് പേജ് ആയി എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ എത്ര ചാർട്ടാണെന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല. ചിലപ്പോൾ 10 ചിലപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അതോ അതിൽ താഴെയോ 5 ആണോ എന്നുള്ളതും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഹോൾ പഞ്ചിങ് മെഷീൻ ഉണ്ടല്ലോ, സ്റ്റാപ്ലർ മെഷീനൊക്കെ പോലെ അതുപോലത്തെ പഞ്ചിങ് മെഷീൻ വെച്ച് പഞ്ച് ചെയ്ത് സ്ക്രാപ്പ് ബുക്ക് റിങ് ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു അവക്കാഡോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവക്കാഡോ ഒന്നും അങ്ങനെ യൂഷ്വലി ഇവിടെ വാങ്ങാറൊന്നുമില്ല. കുട്ടിയുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് അമ്മ ഇതുണ്ടാക്കി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കഴിച്ചില്ല, ഞാൻ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ അവക്കാഡോ ടോസ്റ്റ് ഗൊക്കാമോൾ എന്ന് എന്തോ ആണ് ഇതിന് പറയണത്. അവക്കാഡോയും ഉള്ളിയും തക്കാളിയും പെപ്പറും മല്ലിയിലയും വിനീഗറും വിനീഗറല്ല ലെമൺ ജ്യൂസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒരു മാഷ്, ഒരു സ്പ്രെഡ്. അത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിച്ചു. എനിക്കെന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഏട്ടനും കൊടുത്ത ഏട്ടനും നല്ല ഇഷ്ടപ്പെട്ടു. അവക്കാഡോ ടോസ്റ്റ് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഒന്നിന് 40 രൂപയായിട്ടാണ് വാങ്ങിയത്. കിലോയ്ക്ക് 200 രൂപയായിട്ട് എന്തോ ആണ്. അങ്ങനെ ഞാൻ കുറേ ക്ലീനിങ്ങിൻ്റെ സമയത്ത് കുറച്ച് സാറ്റിൻ പീസസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത തുണിയിൽ ബാക്കിയുള്ളതാണ്. അപ്പോൾ നല്ല സാറ്റിൻ തുണി ആയതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് സ്ക്രഞ്ചി സ്റ്റിച്ച് ചെയ്തു കേട്ടോ. കളയാനുള്ളൊരു മടി കൊണ്ട് കുറച്ച് സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്തു. നമുക്ക് ഈ ഹെഡ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തു. അതിനകത്തൊരു ട്രിപ്പിൾ ലെയറിലുള്ള ഒരു ബോയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, എലിഗേറ്റർ ക്ലിപ്പിൽ. അപ്പോൾ അത് അവൾ ദൂരെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു നൈറ്റി ബിറ്റ് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിലെനിക്ക് നല്ലൊരു നാന്തരം പണി കിട്ടി. പണിയാണ് എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ
ഇരിക്കണം. ഏട്ടനൊരു ഷർട്ടിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സ്റ്റിച്ച് ചെയ്യണം. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഞാനിത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതവിടെ കട്ട് ചെയ്ത പാട് അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനങ്ങനെ ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് കൊടുക്കാറൊന്നുമില്ല. ഏട്ടന് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അതങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണതുണ്ട്. വല്ലപ്പോഴും റെഗുലറായിട്ടൊന്നുമില്ല. അതെനിക്ക് ഒരു പുറത്തേക്ക് തുന്നി കൊടുക്കാൻ പാകത്തിന് പഠിക്കണം എന്നൊന്നുമില്ല. ഞാൻ വേറെ ആർക്കും തുന്നാനായിട്ട് ഉദ്ദേശിക്കണമില്ല. എന്താ പറയുക, അതങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള രീതിക്ക് ഏട്ടന് മാത്രമേ തുന്നാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നൈറ്റി ബിറ്റ് വെച്ചിട്ടുള്ള സ്ലിറ്റ് ടോപ്പാണ് ഞാൻ തുന്നുന്നത്. ഷോൾഡർ പഫ് വരുന്ന രീതിയിലുള്ള സാധാരണ ഒരു ടോപ്പ്. അങ്ങനെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ തുന്നി കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ ലോങ് റണ്ണിങ് സ്റ്റിച്ചിട്ട് വലിച്ചു കൊടുത്ത് അങ്ങനെ ഷോൾഡറിൽ മാത്രം പഫ് വരുന്ന ഒരു സ്ലീവില്ലേ, അതാണ് ആ ഒരു പാറ്റേണാണ് ഇതിലെടുത്തിട്ടുള്ളത്. യൂഷ്വലി ഞാൻ വീട്ടിലെപ്പോഴും ഇതുപോലത്തെ കോട്ടൺ സ്ലിറ്റ് ടോപ്സ്, അതും നൈറ്റി ബിറ്റ് വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ടോപ്സ് തന്നെയാണ് ഇടാനായിട്ട് പ്രിഫർ ചെയ്യാറുള്ളത് കേട്ടോ. ഒന്നും ചൂടെടുക്കുന്നില്ല എന്നുള്ളത് ഒരു കാരണം. മറ്റത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ 1-2 ഉള്ളൂ ആ ഒരു പൈജാമ കോട്ട് സെറ്റ് പോലെ വരുന്നത്, അതെൻ്റെ കയ്യിലില്ല. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പെട്ടെന്ന്. ഞാനിപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്ന ഇതേ കോലത്തിൽ തന്നെ ഒന്ന് അങ്ങാടി വരെ പോകണമെങ്കിലും ഞാൻ അങ്ങനെ തന്നെ പോവുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. രാവിലെ ഒരു ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പുറത്തേക്കും കൂടെ പോകാൻ പറ്റുന്ന രീതിക്കാണ് നിൽക്കാറുള്ളത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഡ്രസ്സ് മാറാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പ്രിഫർ ചെയ്യാറുള്ളത്. ഇതാകുമ്പോൾ ഇങ്ങനെ ടോപ്പ് പോലെ തുന്നിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് നിൽക്കാം. അത്യാവശ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാം, കുഴപ്പമില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ട എന്നുള്ള അഡ്വാൻറ്റേജാണ് ഞാൻ ഇതൊന്നും എടുക്കണത് കേട്ടോ. ഇതിലേക്ക് നല്ല പണി കിട്ടിയെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നോർമലി നമ്മുടെ ബോഡീസ് പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഹൈ നെക്ക്, അതായത് കോളറൊക്കെ വരുമ്പോൾ ഉള്ള നെക്ക് എടുക്കുമ്പോൾ എത്രയാണോ നമ്മൾ ഷോൾഡർ എടുക്കേണ്ടത് ആ ഒരു ബോഡീസ് പാറ്റേണാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതല്ലാത്തതും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ ഒരു ബോഡീസ് പാറ്റേണാണ് ഞാൻ അത്യാവശ്യം ഇറക്കത്തിൽ, സ്ലിറ്റ് വരെയുള്ള ഇറക്കത്തിൽ പേപ്പർ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാൻ അങ്ങനെ അങ്ങ് വെട്ടി തയ്ച്ചു. പക്ഷേ ബാക്കിനൊക്കെ ഇറക്കിയപ്പോൾ ഷോൾഡർ റെഡ്യൂസ് ചെയ്തില്ല, അതാണ് കാര്യം. ഇടയ്ക്ക് വന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു, വീണ്ടും തയ്ക്കാനിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നും എനിക്ക് ഈ പണി കിട്ടിയ കാര്യം മനസ്സിലായിട്ടില്ല. എല്ലാം കഴിഞ്ഞ് ഇതൊന്ന് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് അയ്യോ ഞാൻ ഷോൾഡർ റെഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായത്. അപ്പോൾ ഈ പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുന്നതിൽ ഇങ്ങനെയും ഒരു പ്രശ്നം ഉണ്ട്. ചിലപ്പോൾ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ പാറ്റേൺ വെച്ച് അതേപോലെ അങ്ങ് വരച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും കേട്ടോ. അപ്പോൾ അത് എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കണം. പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുന്നവർ, അല്ലെങ്കിൽ പിന്നെ ഓരോന്നിനനുസരിച്ചുള്ള പാറ്റേൺ നമ്മൾ വേറെ വേറെ കട്ട് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള പാറ്റേണാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോൾ നമുക്ക് ചുരിദാർ തുന്നേണ്ട സമയത്ത് പെട്ടെന്ന് അതങ്ങ് എടുത്ത് വെച്ച് വരച്ച് തുന്നിയാൽ മതിയല്ലോ അങ്ങനെ. അപ്പോൾ എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത്, ഫുൾ ഷോൾഡർ പറയുന്നത് 14ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 7. പിന്നെ നമ്മൾ കോളറൊക്കെ വെക്കുമ്പോൾ, ഫുൾ കോളറൊക്കെ വെക്കുമ്പോൾ ആ ഒരു ഹാഫ് ഷോൾഡറിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിടുക. അതായത് ഒരു 7.5 ഇഞ്ച് എനിക്ക് ടോട്ടൽ ഷോൾഡർ അതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിനൊക്കെ ഒരു 4 ഇഞ്ചൊക്കെ ഇറക്കണ കേസ് വരുമ്പോൾ എനിക്ക് ഷോൾഡർ എത്ര മതി, 6.5 ഇഞ്ച് മതി. അപ്പോൾ 1 ഇഞ്ച് എനിക്ക് എക്സ്ട്രാ വന്നു കേട്ടോ. ആ 1 ഇഞ്ചാണ് നിങ്ങൾ ഈ കാണുന്ന തൂങ്ങിക്കിടക്കുന്ന 1 ഇഞ്ച്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ പണി പാളി. നെക്കൊക്കെ പക്ഷേ നല്ല രസമായിട്ട് വന്നു. ഷോൾഡർ കണ്ടോ, എൻ്റെ ആ സ്ലീവ് കിടക്കണത് എവിടെയാണെന്ന് കണ്ടോ, നന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് കിടക്കുന്നത്. ആ 1 ഇഞ്ച് 2 സൈഡിലേക്കുമായിട്ട് ഹാഫ് ഇഞ്ച് റെഡ്യൂസ് ചെയ്ത് പോയിരുന്നെങ്കിൽ സ്ലീവിൻ്റെ സ്ഥാനത്ത് തന്നെ നിന്നായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. പിന്നെ എനിക്ക് അത്ര വലിയ സങ്കടമൊന്നുമില്ല. പിന്നെ എൻ്റേതായതുകൊണ്ട്, പിന്നെ ഇത് വീട്ടിലിടാനുള്ളതായതുകൊണ്ട് ചിലപ്പോൾ ഞാനത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കിയുള്ളതൊക്കെ ഒരുവിധം കറക്റ്റായിട്ട് വന്നിരുന്നു. ഞാനതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിലൊന്നും ആരും ഇത് മെൻഷൻ ചെയ്ത് കണ്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, എടാ അതിൻ്റെ ഷോൾഡർ താഴത്തേക്കല്ലേ കിടക്കണേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബോഡീസ് പാറ്റേൺ കാണിച്ചു തരാം. ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റേൺ. അപ്പോൾ ഇത് ഒരു ഫുൾ കോളർ വരുന്ന രീതിക്ക് എങ്ങനെയാണോ, അപ്പോൾ എങ്ങനെയാണ് ഷോൾഡർ എടുക്കേണ്ടത് എന്നുള്ള രീതിക്കാണ്. പക്ഷേ സൈസൊക്കെ സെയിം ആയതുകൊണ്ട് അങ്ങനെ ഓർക്കാതെ അത് തന്നെ വെച്ച് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വൈറ്റ് ഡ്രസ്സിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കുറച്ചും കൂടി ഒരു മോടി കൂട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ ബീഡ് വെച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ക്ലോസപ്പ് വ്യൂ കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് പരിപാടി എന്തായാലും പണി കിട്ടി, സാറിലെ ഫോട്ടോ വെച്ചിട്ട് ഞാനതൊന്ന് അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ക്ലോത്ത് ലേബിളും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി
അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എനിക്ക് തുന്നുന്നതാണെങ്കിലും ക്ലോത്ത് ലേബിൾ വയ്ക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം ഞാൻ മിസ്സാക്കാറില്ല. ഞാൻ അതിലൊക്കെ ക്ലോത്ത് ലേബിളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതൊക്കെ ആഡ് ചെയ്ത് എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള അയൺ ബോക്സിൽ അയൺ ചെയ്തെടുത്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒരു സന്തോഷം കിട്ടി. ഇതെനിക്ക് ആ ഒരു ലൈനൊക്കെ ഇല്ലേ, നമ്മൾ സ്കൂൾ യൂണിഫോമൊക്കെ അയൺ ചെയ്യില്ലേ, ഇങ്ങനെ മടക്കിയിട്ട് ഒരു സെൻറ്ററിലൂടെയുള്ള ലൈൻ കിട്ടാൻ പാകത്തിന്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ മടക്കി വെച്ച് അയൺ ചെയ്യുന്നത്. ആ ഒരു വര കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ അയൺ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കും ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്ലിപ്പ് എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഭയങ്കര ടയേർഡാണ്. ഇപ്പോൾ ചൂട് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കണം. ചൂട് കൊണ്ട് ഡീഹൈഡ്രേഷൻ കൊണ്ടൊക്കെ ആയിരിക്കും. ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗും പരിപാടിയൊക്കെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പിന്നെ പോയി കിടന്നുറങ്ങുകയാണ് കേട്ടോ ഉണ്ടായത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.